ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ ആരാ? മമ്മിയെ ചതിച്ച ആളുടെ മോളല്ലേ? അയാൾക്കും അവൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാ അത് സ്വപ്നത്തിലായ പോലും സന്തോഷിക്കല്ലേ മമ്മി ചെയ്യണ്ടേ? സത്യം പറ, അവള് ചത്ത് കാണുന്നെന്ന് മമ്മി ആഗ്രഹിക്കുന്നില്ലേ? തങ്കേച്ചി, തങ്കേച്ചി, തങ്കേച്ചി കതക് തുറക്ക്. തങ്കേച്ചി. മമ്മി, എന്തു വെച്ചു മമ്മി? എന്താ തങ്കേച്ചി? കൃഷ്ണയുടെ പുറകില് ഒരു നാഗമുണ്ട്. അതിന്റെ മോളെ കൊല്ലാനാ വന്നിരിക്കുന്നേ. എന്ത് സ്വപ്നം കണ്ടിട്ടായാലും മമ്മി അവളുടെ പേര് വിളിച്ചോണ്ടാ എഴുന്നേറ്റത്. അവളുടെ പേരെങ്ങനെ മനസ്സിൽ തറഞ്ഞുപോയി കിടക്കുന്നത് കൊണ്ടാണല്ലേ? സ്വപ്നങ്ങളിലൊക്കെ മമ്മിക്ക് നല്ല വിശ്വാസമാണല്ലോ. അപ്പൊ ഇത് നടക്കാനുള്ള കാര്യമായിരിക്കും. വിവാഹ ഫോട്ടോ പൊട്ടിയതും കൃഷ്ണയുടെ കാല് മുറിഞ്ഞതൊക്കെ കിടന്നോർത്തിട്ട് തങ്കേച്ചിക്ക് തോന്നിയതായിരിക്കും. മനസ്സിന്റെ പേടിയാ തങ്കേച്ചി. പേടിയാ സുനന്ദേ, അത് സത്യം തന്നെയാ. ഞാൻ കണ്ടത് കൃഷ്ണന്റെ കാലില് ഒരു പാമ്പ് കൊത്തുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതാ പെട്ടെന്ന്. ഹോ, അത്രേ ഉള്ളോ? എന്റെ ആഗ്രഹങ്ങള് പലതും മമ്മി സ്വപ്നമായിട്ട് കാണാറുണ്ടായിരുന്നു ഇതിനു മുൻപും. സത്യം പറഞ്ഞ ഞാൻ ആഗ്രഹിക്കുന്നതല്ലേ, അതുകൊണ്ടല്ലേ മമ്മി സ്വപ്നം കണ്ടത്. സുനന്ദേ, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ പേടിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു സ്വപ്നം കണ്ടതിന് മമ്മി എന്തിനാ വിഷമിക്കുന്നേ? അവൾ ആരാ? മമ്മിയെ ചതിച്ച ആളുടെ മോളല്ലേ? അയാൾക്കും അവൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാ അത് സ്വപ്നത്തിലായ പോലും സന്തോഷിക്കല്ലേ മമ്മി ചെയ്യണ്ടേ? സത്യം പറ, അവള് ചത്ത് കാണുന്നെന്ന് മമ്മി ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ പേടി കൊണ്ടാ തോന്നുന്നതെന്ന് പറയാൻ എളുപ്പമാ സുനന്ദേ. പക്ഷേ അത് മാത്രമല്ല കാര്യങ്ങള്. ദൈവമേ, എന്റെ മോളെ കാത്തോളെ. അവൾക്ക് നീ അല്ലാതെ വേറെ ആരും തുണയില്ല. മമ്മി കിടന്നുറങ്ങാൻ നോക്ക്. അവള് ചത്താലും ജീവിച്ചാലും നമുക്കൊന്നുമില്ല.
അശുഭലക്ഷണമാണല്ലോ. നമസ്കാരം തിരുമേനി. വരവിന്റെ സൂചന കിട്ടി. പൂജകളിൽ വിഘ്നം വന്നു അല്ലേ? അതെ, അടങ്ങിക്കൊണ്ടിരുന്ന സർപ്പകോപം വീണ്ടും ഉയർന്നു. അതാ സംഭവിച്ചത്. ഒരു സംശയമുണ്ട്. പറയൂ. ഇന്നലെ കൃഷ്ണയ്ക്ക് പകരം ഗാഥയാണോ പൂജയിൽ പങ്കെടുത്തതെന്ന സംശയം. അങ്ങനെ ചില സൂചനകൾ കിട്ടിയിരുന്നു. പൂജയ്ക്ക് ആരുടെ ഭാഗത്തു നിന്ന് തടസ്സം വന്നാലും അത് പൂജ നടത്തുന്ന പെൺകുട്ടിയാണ് ബാധിക്കുക എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? എന്നിട്ടും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചൊരാൾ മാറാട്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പറ്റിപ്പോയി. ഇനി ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയൊരവസരത്തിൽ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം തീർന്നിട്ടുണ്ടാവും. അറിയാലോ, പ്രസാദിച്ചു തുടങ്ങിയ നാഗങ്ങൾ വീണ്ടും പകയിലേക്ക് തിരിഞ്ഞാൽ ആപത്താണ്. വ്രതം നോൽക്കുന്ന പെൺകുട്ടിയുടെ ജീവന് പിന്നെ ഒരു ഉറപ്പുമില്ല. തിരുമേനി, പ്രാർത്ഥന, അടിയുറച്ച പ്രാർത്ഥന, അത് മാത്രമേ മാർഗമുള്ളൂ. ഇത് കറക്റ്റ്. സെറ്റ്. ഇതെന്താ മാണിക്കുഞ്ഞെ, ബർത്ത്ഡേക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മൊത്തം അലങ്കരിക്കുകയാണല്ലോ. ഈ അലങ്കാര പണികളൊന്നും അമ്മായിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കത്തില്ലെന്നേ. പിന്നെന്താ? തുടങ്ങി അയാളുടെ ഓരോ വർത്താനം. എന്ത് പറഞ്ഞാലും എതിര് മാത്രമേ പറയുള്ളൂ. താനിവിടുത്തെ ശമ്പളക്കാരനാണെന്നുള്ള കാര്യം മറക്കണ്ട. അതെ, ഞാൻ ശമ്പളക്കാരനാ. പക്ഷെ നിങ്ങളുടെ ശമ്പളക്കാരനല്ല. നവീൻ സാർ എനിക്ക് ശമ്പളം തരുന്നുണ്ടെങ്കിലേ നവീൻ സാർ പറയുന്ന ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ദേ, നീ അധികം കളിക്കണ്ട മാണിക്കുഞ്ഞെ. ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോയത് മറന്നിട്ടില്ലല്ലോ. അയ്യോ, മറന്നിട്ടില്ലേ? പക്ഷെ കേറിയതും ഞാൻ മറന്നിട്ടില്ല. അത് നിങ്ങളും മറക്കാതിരുന്നാ മതി. കൃഷ്ണ